ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് സി സെക്ഷൻ ആയിരുന്നു. അതുകൊണ്ട് തന്നെ നോർമൽ ഡെലിവറിയെ പോലെയല്ല സി സെക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് വേദ് സ്റ്റാർട്ട് ചെയ്യുന്നത് കുറച്ച് ലേറ്റായിട്ടായിരിക്കും വേദ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് കുറച്ച് ടൈം എടുത്തു കേട്ടോ. എനിക്ക് നൂലുകെട്ടിനൊക്കെ ശേഷമാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. സത്യം പറയുകയാണെങ്കിൽ ഒരു 20 ഡേയ്സ് കഴിഞ്ഞാണ് എനിക്ക് സ്റ്റാർട്ട് ചെയ്തത് ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ ഞാൻ സമേത ആയുർവേദിക്സിലാട്ടോ ട്രീറ്റ്മെൻറ്റ് എടുത്തത്. 14 ദിവസത്തെ പാക്കേജ് ആയിരുന്നു ഞാൻ എടുത്തത്. അപ്പം ഇവരുടെ 14 ദിവസത്തിൽ ആദ്യത്തെ 8 ദിവസം നോർമൽ ട്രീറ്റ്മെൻറ്റാണ്. അതായത് ഹെഡ് മസാജ് ഉണ്ടായിരിക്കും, അതുപോലെ ഹെഡ് മസാജ്, ഹെയർ പാക്ക് ഉണ്ടായിരിക്കും, ഫേസ് മസാജ്, ഫേസ് പാക്ക് ഇടും, അതുപോലെ ബോഡി മസാജും ബോഡി പാക്കാണ് ഇവരുടെ ഈ ട്രീറ്റ്മെൻറ്റിൽ ആദ്യത്തെ 8 ദിവസം വരുന്നത് കേട്ടോ. ഈ ഒരു സമയത്ത് നമ്മുടെ തലയൊക്കെ ഭയങ്കര ചൂടായിരിക്കും, നല്ല സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു ഡേയ്സൊക്കെ ആയിരിക്കുമല്ലോ നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് തന്നതെന്ന് പറഞ്ഞാൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ടാക്കി എന്ന് തന്നെ പറയാം. കാരണം ഒന്ന് കൂളാവും കേട്ടോ, നമ്മുടെ തലയൊക്കെ ഒന്ന് കൂളാവും, ഒന്ന് സ്ട്രെസ് ഫ്രീ ആയിട്ടൊക്കെ നമുക്ക് ഫീലാവും. ഞാൻ ഒരുപാട് റിലാക്സ് ചെയ്തൊരു ട്രീറ്റ്മെൻറ്റും കൂടിയാണ് കേട്ടോ ഈ ഒരു ടൈമെന്ന് പറയുന്നത്. അത്രയും നല്ലൊരു എഫക്റ്റീവായിട്ട് എനിക്ക് ഫീൽ ചെയ്തു ഈ ട്രീറ്റ്മെൻറ്റ്. അവരുടെ ഹെഡ് മസാജ് ആയിരുന്നാലും അവർ ഓരോ പ്രഷർ പോയിൻറ്റ്സിലൊക്കെ ഇട്ട് ആ മസാജ് ചെയ്യുന്നതൊക്കെ അടിപൊളി എക്സ്പീരിയൻസ് തന്നെയായിരുന്നു എനിക്ക്. അതുപോലെ തന്നെയാണ് ഇതൊക്കെ ഈ കാണുന്ന ഫേഷ്യൽ മസാജ് ആയിരുന്നാലും കേട്ടോ, അതൊക്കെ നമ്മുടെ മൈൻഡിനെയൊക്കെ റിലാക്സ് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന തരത്തിലുള്ള മസാജായിരുന്നു. എസ്പെഷ്യലി നമ്മുടെ ഈ പ്രസവരക്ഷയുടെ ഭാഗമായിട്ടുള്ളതാണെങ്കിൽ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഹെഡ് മസാജും അതുപോലെ ഫേസ് മസാജും ഒക്കെ കഴിഞ്ഞു. അതിനുശേഷം അവർ നമുക്ക് ഹെയർ പാക്കാണ് ഇടാൻ പോകുന്നത് കേട്ടോ. അതായത് ഈ ഹെയർ പാക്ക് എന്ന് പറയുന്നത് കറ്റാർ വാഴ, അതുപോലെ മൈലാഞ്ചി, അങ്ങനെ വേറെ എന്തൊക്കെയോ കൂട്ടുകളൊക്കെ ചേർന്ന് വരുന്ന ഒരു ഹെയർ പാക്കാണ്. ഇതിട്ടപ്പോൾ എനിക്ക് ഫീൽ ചെയ്തതെന്ന് പറഞ്ഞാൽ നല്ല തലയ്ക്കൊക്കെ നല്ലൊരു തണുപ്പ് എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. അപ്പോൾ അങ്ങനെ വരുമ്പം തന്നെ നമുക്ക് ഉറക്കം നല്ല രീതിയിൽ കിട്ടും. പക്ഷേ നമുക്കറിയാമല്ലോ, ബേബി ഉള്ളത് കൊണ്ട് നമുക്ക് എന്തായാലും ഉറങ്ങാൻ പറ്റത്തില്ല, പക്ഷേ നല്ല രീതിയിൽ ഉറക്കം വരും കേട്ടോ. അതുപോലെ നമുക്കൊന്ന് സ്ട്രെസ് ഫ്രീ ആയിട്ടൊക്കെ ഫീൽ ചെയ്യും, എന്തോ വല്ലാത്തൊരു സുഖം കിട്ടും കേട്ടോ. എനിക്ക് തോന്നിയതാണ് ഞാനിതിൽ പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഹെയർ പാക്ക്. ഈ ഹെയർ പാക്ക് എല്ലാ റൂട്ട്സിലും അവർ നന്നായിട്ട് അപ്ലൈ ചെയ്യും. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് വരുന്നത് ബോഡി മസാജും ബോഡി പാക്കുമാണ് വരുന്നത്. അടുത്തതായിട്ട് വരുന്നത് ഇവരുടെ ഫേസ് പാക്കാണ്. അതുപോലെ ബോഡി മസാജും ബോഡി പാക്കും വരും. ഈ കാണുന്നത് പ്രസവരക്ഷ ഓയിലാണ് കേട്ടോ. അവർ തന്നെ ഉണ്ടാക്കുന്ന പ്രസവരക്ഷ ഓയിലാണ്. അത്യാവശ്യം നല്ല നീരും കാര്യങ്ങളൊക്കെ എനിക്കുണ്ടായിരുന്നു. അപ്പം ഓൾമോസ്റ്റ് പോയി എന്ന് തന്നെ പറയാൻ പറ്റും കേട്ടോ. നല്ല മസാജാണ്. ഇത് കാണുന്നതെന്ന് പറഞ്ഞാൽ ബോഡി പാക്കാണ് കേട്ടോ. മഞ്ഞളും പിന്നെ അങ്ങനെ എന്തൊക്കെയോ കൂട്ടുകൾ ചേരുന്നതാണ്. നല്ല തണുപ്പാണ് കേട്ടോ ഈ ഒരു പാക്ക് ഇടുമ്പോൾ തന്നെ. അത് കഴിഞ്ഞ് വേദുകുളിയാണ്. അതിനുശേഷം എന്താ ഈ കാണുന്ന ധൂമപാനം എന്ന് പറയും. ജലദോഷം, കഫക്കെട്ട്, അതുപോലെ ഈ തലവേദന, ഈ വക സംഭവങ്ങളൊന്നും വരത്തില്ല ഇത് ചെയ്യുമ്പോൾ കേട്ടോ. ഇത് അത്യാവശ്യം ഈ ഒരു പുക ഉള്ളിൽ കയറുമ്പോൾ തന്നെ നമുക്ക് തന്നെ കണ്ണിൽ നിന്ന് വരെ വെള്ളം വരും കേട്ടോ. പക്ഷേ ഭയങ്കര നല്ലതാണ് ഈ പുക ശ്വസിക്കുന്നത് തന്നെ. അതിനുശേഷം ഇവർ തന്നെ ഉണ്ടാക്കുന്ന ലിപ് ബാം ഉണ്ട് കേട്ടോ. അതൊക്കെ അവർ നമുക്ക് കൊണ്ടുതരും. അതായത് മഞ്ചിഷ്ട അങ്ങനത്തെയൊക്കെ ഉള്ള നല്ല എഫക്റ്റീവായിട്ടുള്ള ആയുർവേദ കൂട്ടുകൾ ചേർന്ന് ഉണ്ടാക്കുന്ന ലിപ് ബാമാണ് കേട്ടോ. ഇത് സമേതയുടെ തന്നെ ലിപ് ബാമാണ്. ഇത് നമ്മുടെ ചുണ്ടിലുണ്ടാകുന്ന കറുപ്പുകളൊക്കെ മാറാൻ വളരെ നല്ലതാണ്. പക്ഷേ നമ്മൾ ഡെയിലി യൂസ് ചെയ്യണം. ഞാനും ഇതിപ്പോൾ കണ്ടിന്യൂസ്ലി യൂസ് ചെയ്ത് വരുന്നുണ്ട്. നന്നായിട്ട് ചുണ്ടിനെ മോയ്സ്ചറൈസും ചെയ്യുന്നുണ്ട് കേട്ടോ. പതുക്കെ റിസൾട്ട് കിട്ടുള്ളൂ. പെട്ടെന്നൊന്നും നമുക്ക് ആയുർവേദത്തിലെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് റിസൾട്ട് കിട്ടില്ലെങ്കിൽ പക്ഷേ റിസൾട്ട് ഉണ്ടാകും കേട്ടോ. ഇത് അവരുടെ തന്നെ ലിപ് ബാമാണ്. അതിനുശേഷം ഈ കരി ഉണ്ടല്ലോ, ഇതും അവരുടെ തന്നെയാണ്. അവർ തന്നെ ഉണ്ടാക്കുന്ന, വിശ്വസിച്ച് നമുക്ക് ബേബിക്ക് പോലും യൂസ് ചെയ്യാൻ പറ്റുന്ന കരിയാണ്. ഇത് തന്നെയാണ് ബേബിക്ക് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇപ്പം ഡോക്ടേഴ്സ് വരെ പറയുന്നത് കരി വരയ്ക്കാൻ പാടില്ലെന്നാണ്. പക്ഷേ ഇത് ധൈര്യമായിട്ട് നമുക്ക് വരച്ചു കൊടുക്കാം. നമുക്ക് ഐബ്രോയിലൊക്കെ കുഞ്ഞുങ്ങൾക്കായിരുന്നാലും വരച്ചു കൊടുക്കാം. നമുക്കും ധൈര്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിന് ശേഷം അവർ തന്നെ നമ്മുടെ എല്ലാ കാര്യങ്ങളും നോക്കിക്കോളും കേട്ടോ. തല വരെ നമുക്ക് തോർത്തി തരും മുടിയൊക്കെ. അതിനുശേഷം അവരുടെ തന്നെ രാസ്നാദി പൊടിയാണ് കേട്ടോ. നമ്മുടേതല്ല, അവർ കൊണ്ടുവരുന്ന സംഭവങ്ങളാണ്. അപ്പം അവർ ഓരോ പോയിൻറ്റ്സിലും ഈ ഒരു ഇടുന്നുണ്ട് കേട്ടോ. അതായത് നമുക്ക് നീർക്കെട്ട് പോലുള്ള സംഭവങ്ങൾ വരാതിരിക്കാനും പിന്നെ അതിനുശേഷം അതുകൊണ്ട് നമ്മൾ മണപ്പിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. അതൊക്കെ എനിക്ക് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. അതിനുശേഷമാണ് കേശധൂമപാനം, ചാർക്കോളും പിന്നെ അതിലെന്തൊക്കെയോ ആയുർവേദ കൂട്ടുകൾ ചേർന്നൊരു സംഭവമാണ് കേട്ടോ. മുടിക്ക് നല്ലതാണ്. ഈ മുടിക്ക് കെട്ട് വീഴുക, അതുപോലെ
അതുപോലെ നീർക്കെട്ട് അതൊന്നും വരാതിരിക്കാനും മുടിക്ക് വളർച്ചയ്ക്കും ഭയങ്കര നല്ലതാണ് കേട്ടോ ഈ സംഭവം. ഇതൊക്കെ അവർ ചെയ്തു തരും. ഇതിനാണ് കേശധൂമപാനം എന്ന് പറയുന്നത് കേട്ടോ. ഈ ഒരു പ്രോസസ്സ് ഇത് നല്ല സുഖമുള്ള ഒരു പരിപാടിയാണ്. നല്ല മണമാണ്, നമ്മുടെ മുടിക്കും നല്ല മണം വരും കേട്ടോ. പേന് അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും വരത്തില്ല. ഓക്കെ, മുടിക്ക് ഉള്ളും വയ്ക്കും എന്നാണ് അവർ പറഞ്ഞിരുന്നത്. അപ്പോൾ ഇതാണ് കേശധൂമപാനം. ഞാൻ ആക്ച്വലി ഈ ഒരു ട്രീറ്റ്മെൻറ്റ് നല്ല രീതിയിൽ എൻജോയ് ചെയ്തു കേട്ടോ. കാരണം ഈ ധന്യ എന്ന് പറഞ്ഞ സ്റ്റാഫായിരുന്നു കേട്ടോ എനിക്ക് ചെയ്തു തന്നത്. അടിപൊളിയായിട്ട് പുള്ളിക്കാരി നമ്മളെ നല്ല പോലെ കംഫർട്ടബിൾ ആക്കും കേട്ടോ. ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരും, ഇതിങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു തരും. ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഇവരുടെ സർവീസിൽ തന്നെ. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു സംഭവങ്ങൾ പോകുന്നത്. അത് കഴിഞ്ഞിട്ട് 9, 10, 11 ദിവസങ്ങളിലാണ് പൊടിക്കിഴി വരുന്നത് കേട്ടോ. എനിക്ക് അത്യാവശ്യം നല്ല രീതിക്ക് നീരുള്ളത് കൊണ്ട് തന്നെ എനിക്ക് ഡോക്ടേഴ്സ് പറഞ്ഞു തന്നത് പൊടിക്കിഴിയാണ് ബെസ്റ്റ് എന്നാണ്. അപ്പോൾ അതായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിനുശേഷം 12, 13 നമുക്ക് ഞവരത്തേപ്പെന്ന് പറയും കേട്ടോ. ഞവര അരി വെച്ചിട്ടുണ്ടാക്കുന്ന പാക്കാണ് കേട്ടോ. പാലൊക്കെ ചേർത്ത് വരുന്ന ഈ പാക്ക് ദേഹവും മുഖത്തും മൊത്തമായിട്ട് അവർ അപ്ലൈ ചെയ്യും. ഇതിന് ശേഷം 14ാമത്തെ ദിവസം ക്ലിനിക്കിലാണ് നമുക്ക് സർവീസ് ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അവിടെ ചെന്നിട്ട് നമുക്ക് ധാരയുണ്ട്. ഈ നമ്മുടെ യൂഷ്വലി ചെയ്യുന്ന നോർമൽ ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ടല്ലോ, അതായത് ഹെഡ് മസാജ് ഒക്കെ വരും. അതിനുശേഷം നമുക്ക് ധാരയും അതുപോലെ സ്റ്റീം ബാത്ത് വരുന്നുണ്ട്. ഇതൊക്കെ ആണ് ക്ലിനിക്കിൽ നമുക്ക് ചെയ്തു തരുന്നത്. പിന്നെ ഫേഷ്യലുണ്ട് കേട്ടോ. ഞവരക്കിഴി വെച്ചിട്ടുള്ള ഫേഷ്യലാണ് ക്ലിനിക്കിൽ ചെയ്യുന്നത്. 14ാമത്തെ ദിവസം ഞവരക്കിഴി ഫേഷ്യൽ, ധാര, സ്റ്റീം ബാത്ത്, ഇതൊക്കെയാണ്. അത്രയും സുഖമുള്ള ഒരു ഏർപ്പാട് തന്നെയായിരുന്നു കേട്ടോ. എനിക്കിഷ്ടപ്പെട്ടു. നല്ല എഫക്റ്റീവും ആയിരുന്നു കേട്ടോ. നമുക്ക് നല്ല ഉറക്കം വരും. ഈ മസാജ് ചെയ്യുമ്പം തന്നെ നമ്മളിരുന്ന് ഉറങ്ങിപ്പോകും കേട്ടോ. അപ്പോൾ അടുത്തതായിട്ട് ഇതാണ്ട് നമുക്കിനി ഫേഷ്യൽ ചെയ്യണം. അതിന് മുന്നേ ആയിട്ടുള്ള കുറച്ച് പരിപാടികളാണ് ഈ കാണുന്നത് കേട്ടോ. അതായത് ബ്രൈറ്റനിങ് സിറം വെച്ചിട്ടുള്ള ഒരു ഫേസ് മസാജാണ്. ഇതിന് ശേഷമാണ് ഞവരക്കിഴി ഫേഷ്യൽ വരുന്നത്. ഇതൊക്കെ എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല അടിപൊളി സുഖമായിരുന്നു കേട്ടോ. നല്ല തണുപ്പാണ്. അപ്പം അതാണിപ്പോൾ നിങ്ങൾ കാണുന്നത്. 14 ദിവസത്തെ പാക്കേജിൻ്റെ കൂടെ ബേബിക്ക് കോംപ്ലിമെൻ്ററി ആയിട്ട് ബാത്തും മസാജും ഒക്കെ വരുന്നുണ്ട്. അത് ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല കേട്ടോ. ഈ കാണുന്നതാണ് വേറൊരു പ്രൊസീജിയർ എന്ന് പറയുന്നത്. അതായത് കഷായം കൊണ്ടുള്ള ശിരോധാരയാണ് കേട്ടോ. നല്ല തണുപ്പാണ്, തലയ്ക്ക് നല്ല സുഖമാണ് കേട്ടോ. എനിക്ക് ഒരുപാട് ഞാൻ റിലാക്സ് ചെയ്ത് കിടന്ന ഒരു പ്രൊസീജിയറും കൂടിയാണ് കേട്ടോ ഈ കഷായം കൊണ്ടുള്ള ശിരോധാര. ഇതെന്ന് പറയുന്നത് ഞവര അരി കൊണ്ടുള്ള കിഴി ഫേഷ്യലായിരുന്നു. ഇതാണ് ഇവിടുത്തെ ഈ ഒരു ദിവസം 14ാമത്തെ ദിവസത്തിൻ്റെ മെയിൻ ഹൈലൈറ്റാണ് ഈ ഫേഷ്യൽ. അതുപോലെ ശിരോധാര, കഷായം കൊണ്ടുള്ള ശിരോധാര. പിന്നെ എടുത്ത് പറയേണ്ടതാണ് സ്റ്റീം ബാത്ത് കേട്ടോ. സ്റ്റീം ബാത്തിലൂടെ തന്നെ നമുക്ക് ഓൾമോസ്റ്റ് നമ്മുടെ ബോഡിയിലുള്ള പകുതി നീരും പോവും. മെയിനായിട്ട് പൊടിക്കിഴിയാണ്. എനിക്ക് ഡോക്ടേഴ്സ് റെക്കമെൻഡ് ചെയ്തത് പൊടിക്കിഴിയായിരുന്നു അത്യാവശ്യം നീരുള്ളവർക്ക്. പിന്നെ ഒരുപാട് കിഴികളുണ്ട്, അതിൽ എനിക്ക് പൊടിക്കിഴിയായിരുന്നു കേട്ടോ. അതുപോലെ ഈ സ്റ്റീം ബാത്തൊക്കെയാണ് ഒരുപാട് എഫക്റ്റീവായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. ഓവറോൾ എനിക്ക് അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. എസ്പെഷ്യലി ധന്യയും ഡോക്ടേഴ്സും ഒക്കെ അടിപൊളിയായിരുന്നു. ഡെയിലി അപ്ഡേറ്റ്സ് ഒക്കെ വിളിച്ച് ചോദിക്കും ഡോക്ടേഴ്സ്. അപ്പം ഓവറോൾ എക്സ്പീരിയൻസ് അടിപൊളിയായിരുന്നു കേട്ടോ സമേധ ആയുർവേദിക്സിൻ്റെ കൂടെ. അപ്പോൾ അത് അത്രയേ ഉള്ളൂ ഈ വ്ലോഗ്. ടാറ്റാ.